ഞാൻ ഏകദേശം ഒരു ബുക്കൊക്കെ ഇറക്കാനായിട്ട് ഒരു പകുതി മുക്കാൽ ഭാഗം ആക്കി വെച്ചിരിക്കുക മോഹിനിയാട്ടത്തിനെ കുറിച്ച് തന്നെ. അതിന് തലയണച്ചോടെ വെച്ച് കിടക്കുക. ഇവിടെ ആർക്ക് വേണം ഇതൊക്കെ? പിന്നെ വലുത് ചെയ്താൽ തന്നെ പരിഹസിക്കുന്നവരേ ഉള്ളൂ. ഇപ്പോൾ സീസണാണല്ലോ, ഉത്സവ സീസണാണ്. മെയിൻ സ്റ്റേജ് ഏറ്റവും പ്രഗത്ഭരായ, അതായത് സിനിമ സീരിയലിലൊക്കെ നിൽക്കുന്ന ചിലർ നൃത്തമൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ, RLV, തൃപ്പൂണിത്തറ RLV, നമ്മുടെ SST മ്യൂസിക് കോളേജ്, കാലടി ശങ്കര കോളേജ്, ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്നവരൊക്കെ പിന്നെ ഏറ്റവും താഴ്ന്നു കിടക്കണവരാണോ? ഭാവയാമി ഗോപാല ഭാനം മനസേവിതം ത്വൽപഥം ചിന്തയേകം. എനിക്ക് എന്തെങ്കിലും അവാർഡുകളോ പാരിതോഷികങ്ങളോ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും സംസാരിക്കില്ല, ആരെ പോയി കാണൂല. അപ്പോഴും നല്ല അന്തസ്സായിട്ട് മരിച്ചു പോകാനായിട്ടുള്ള എല്ലാ ഇതും എനിക്ക് ഈ നിമിഷം വരെ ഉണ്ട്. ഡാൻസ് വിഭാഗത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കുറച്ച് പുറകോട്ടുള്ള ടീച്ചേഴ്സാണെന്ന് ഞാൻ കലാമണ്ഡലത്തിൽ 2 കൊല്ലം ബോർഡിലിരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അവിടുത്തെ പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, അത് ടീച്ചറെ എനിക്ക് പഠിപ്പിക്കാനൊന്നും അത്ര താല്പര്യമല്ല, അത് പ്രോഗ്രാം ചെയ്യാനാ താല്പര്യം. ഈ ഗുരു പറയാ, എന്നോട് പറഞ്ഞതാ. ഒരു കുട്ടി അവിടെ ടീച്ചർ ഡോക്ടറേറ്റ് കിട്ടി അവിടെ ടീച്ചറായിട്ടിരിക്കുക കുട്ടി. ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികൾ പുറത്ത് വന്നിട്ട് ഗുരുക്കന്മാരാവുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ കുട്ടികൾ കളിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാനൊരു അക്കാഡമിയിലെ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചാണ്ടല്ല, ഞാൻ ആ അട്ടപടലം റെഡിയാക്കി വിടും. അല്ലെങ്കിൽ എല്ലാം ഒരു കുട്ടി അവിടെ നിന്ന് ഈ സ്ഥാപനങ്ങളിലെല്ലാം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒരു ക്ലാസ് ഇടാനും ഉപജീവനത്തിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്ത്രീനെ ഇമ്പോർട്ടൻസ് മുഴുവൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരുവിധം ഒരു 99% സെക്സാണ് മീനിങ് മൊത്തം. വളരെ അപൂർവമേ ഉള്ളൂ ഭക്തിസാന്ദ്രമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, വികാരവും വിചാരവും തമ്മിലുള്ള ഒരു വ്യത്യാസം കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഈ കുഞ്ഞ് 8 പഠിക്കുന്ന കുട്ടിക്കും 9 പഠിക്കുന്ന കുട്ടിക്കും ഉണ്ടാവുമോ എന്നുള്ളത് അതൊരു അവസ്ഥ. വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരീനെ വരെ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്തവരെ കൊണ്ടുവന്നിട്ട് ഒരേ കളറിൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടത്. വെറുതെ കുറേ എണ്ണത്തിന് വേഷം കെട്ടിക്കൊണ്ട് നിർത്താൻ അപ്പോൾ ആർക്കാ പറ്റാത്ത? എനിക്കും പറ്റും. പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അറിയാവുന്നവരൊക്കെ വിളിച്ചുകൊണ്ട് വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥ കലാകാരന്മാരെ അംഗീകരിക്കില്ല. പൈസ കൊടുത്ത് മതിയാക്കാൻ പറ്റുമോ എല്ലാവരും? ഈ ജന്മം എല്ലാവരും പറ്റുമോ? അപ്പോൾ അതേപോലെ പൈസ ഓരോരുത്തരുടെ ചാർജ് അവരവർ പറയും. അത് എനിക്ക് അറിഞ്ഞ് ആ ഒരു ലെവലിൽ ഞാൻ അവിടെ സിനിമാ നടിയാണോ വേറൊരു കുട്ടിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ആ നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചാർജ് അത്. വേറെ ആർട്ടിസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ എത്ര കണ്ട് വെയിറ്റ് കുറയ്ക്കാവോ അതേ സ്റ്റേജിൽ കയറാവും. നമ്മൾ കളിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐറ്റം വർണ്ണം. ഈ വർണ്ണം കളിച്ചാലേ ഫസ്റ്റ് കൊടുക്കുള്ളൂ ഇവർ, ഈ വന്നിരിക്കുന്നവർ. ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ട് ഇവരെന്നെ വിളിക്കാത്താരും. അപ്പോൾ മദ്രാസിലെ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ രമാ വൈദ്യനാഥനോ നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെന്നൈയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെയൊക്കെ ഡ്രസ്സൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, വളരെ സിമ്പിളാണ്. ഓർണമെൻറ്റ്സൊക്കെ സിമ്പിളാണ്. കളിക്കാൻ അങ്ങോട്ട് തുടങ്ങിയാണ്ടല്ലേ വെട്ടിക്കെട്ടാണ്. എനിക്ക് വേണ്ടി കുറേ സമയം കളയുന്ന ഒരാളാണ് ഞാൻ. ആരാ ഇവിടെ ശാശ്വതമുള്ളത്? ആരുമില്ല. എല്ലാത്തിനും എനിക്ക് സമയം കണ്ടെത്തും, അല്ലെങ്കിൽ ആരും ഞാൻ ശ്രദ്ധിക്കാത്ത കൂട്ടത്തിലാണ്. അങ്ങനെ ആ സമയമെടുത്ത് വളരെ നല്ല രീതിയിൽ മുടീനെ സംരക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുടുംബ പാരമ്പര്യ മുടിയുണ്ട്. ഇപ്പം അവിടെ ശരിക്ക് കളിക്കുന്നത് കുറേ ഇതേപോലെ കുറേ 3-4 പേര് കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് ജയിലിൽ കിടന്നല്ലോ, 3-4 പേര്. അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കോഴക്കേസിൽ. അതേപോലെ അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോഴും ഇല്ല. അത് അതുപോലെ നടക്കുന്നുണ്ട്. അല്ല, എന്നോട് പലരും ചോദിക്കണം, ടീച്ചർ ഒരു ക്രിമിനലാണോ എന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു അതാ എന്നെ അറിയാവുന്നവരാരും പറയില്ല എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് നടന്നു. അത് ജാതകദോഷ ചീത്ത സമയമുണ്ടല്ലോ, അതിലേക്കാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്.
മാഡം, ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന കലയെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയുണ്ട്. ഇപ്പോൾ കഥകളി പോലെയോ മറ്റ് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ പോലെയോ ഇതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ കുറവാണ് എന്ന് പറയുന്നുണ്ട്. മാഡത്തിൻ്റെ അനുഭവം എന്താണ് അഭിപ്രായം? അത് തീർത്തും അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥകളിയാണ് കുറച്ച് പുറകോട്ടെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം, കഥകളി പഠിക്കാനായിട്ട് ശിഷ്യകളെ, അതായത് കുട്ടികളെ കിട്ടാൻ വലിയ പാടാണ്. എന്നാൽ ഡാൻസ്, മോഹിനിയാട്ടം അങ്ങനെയല്ല. കഥകളിക്ക് ഒരു 10 കുട്ടികളെ കിട്ടിയാൽ ഭാഗ്യം, എന്നാൽ 10ൽ ചിലപ്പോൾ 100 കുട്ടികളെ മോഹിനിയാട്ടം പഠിക്കാൻ കിട്ടും. കഥകളി എൻ്റെ അഭിപ്രായത്തിൽ, ഇത് കേൾക്കുന്നവർക്ക് അവർ അംഗീകരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ആർട്ട് ഫോമാണ് കഥകളി. ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മത്സരവേദികളിലേക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഡാൻസ് കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ, ഒരു കാലത്ത് കലാതിലകം, കലാപ്രതിഭയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ല അത് എടുത്തു കളഞ്ഞത്. ഇപ്പോൾ ഗ്രേഡ് വെച്ചിട്ട് 10 കുട്ടികൾക്ക് എ ഗ്രേഡ് ഉണ്ടെങ്കിൽ എ ഗ്രേഡ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഫസ്റ്റും സെക്കൻഡും തേർഡൊന്നും ഇപ്പോൾ പറയുന്നില്ല, കലാതിലകങ്ങളുമില്ല. അപ്പോൾ ഈ ഡാൻസ് പഠിച്ചിട്ട് ഏകദേശം കാലുസാധകം വന്നിട്ടുള്ള കുട്ടികൾ, കാലുസാധകം എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാം, ആ ഒരു ഫുട് വർക്ക് ഉണ്ട്. അതിൻ്റെ കുറച്ച് വ്യത്യാസമാണ് കഥകളിക്ക് എല്ലാം കൊണ്ട്. പക്ഷേ ഒരു സാധകം ഡാൻസിനുള്ള കുട്ടികൾക്ക് കഥകളി കറക്റ്റായിട്ട് ആ ശൈലി വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ. മത്സരവേദികളിൽ ഇത് ഡീപ്പായിട്ട് ശരിക്കും കഥകളി മാത്രം പഠിക്കുമ്പോഴേ ആ ശൈലി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ക്യാപ്സ്യൂൾ പോലെ കഥകളിയുടെ 15 മിനിറ്റാണെന്ന് തോന്നുന്നു മത്സരത്തിൻ്റെ, അതാ 10ആണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് വേണ്ടിയിട്ട് വലിയൊരു കഥയെന്ന് ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കുട്ടികൾ മത്സരത്തിന് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികളേ ഉള്ളൂ കഥകളിക്ക്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു അവസ്ഥ, ഇങ്ങോട്ട് തെക്കോട്ടേക്ക് വളരെ കുറവാണ് കഥകളി പഠിക്കുന്ന കുട്ടികൾ. തൃപ്പൂണിത്തറ, ഒറ്റപ്പാലം, പാലക്കാട് ആ ഭാഗത്ത് പിന്നെയും കുറച്ചെങ്കിലും കുട്ടികൾ കഥകളി പഠിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അല്ലാതെ കഥകളി മേലെ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മാഡം, ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പോൾ കഥകളി പോലെയുള്ള കലാരൂപം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഥകളി ക്ലബ്ബുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഉത്സവങ്ങൾക്ക് വേണ്ടി കഥകളി സംഘത്തെ ക്ഷണിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെയൊന്നും മോഹിനിയാട്ടം എന്ന് പറയുന്ന കല അത്രയധികം ജനകീയം ആണെന്ന് തോന്നുന്നില്ല. അതിനും പുറമെ ഇതിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഇപ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ എഴുതിയ 1-2 പുസ്തകങ്ങൾ ഒഴികെ, അല്ലെങ്കിൽ മറ്റ് ചില പുസ്തകങ്ങൾ, വിരലിലെണ്ണാവുന്ന കൃതികൾ ഒഴികെ ഒരു വലിയ ഒരു റിസർച്ച്, ഒരു ഗവേഷണം ഈ കലാരൂപത്തെക്കുറിച്ച് നടക്കുന്നില്ല. അതാണ് ചോദിച്ചത്. നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇപ്പം എന്നെ കൂട്ടണ്ട, സീനിയേഴ്സായിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചും ബുക്സുകളൊക്കെ ഒറ്റ ആൾ ബുക്സ് എഴുതുന്നില്ല. കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ എത്ര ബുക്ക് ഇറക്കിയിട്ടുണ്ട്? 1-2 ഇറക്കിയിട്ടുള്ളൂ. സത്യഭാമ ടീച്ചർ ഏകദേശം, സീനിയർ സത്യഭാമ ടീച്ചർ പത്മശ്രീ കിട്ടിയ അവർ, എനിക്ക് തോന്നുന്ന ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അത് ശിഷ്യഗണങ്ങളിലൊക്കെ കൂടെ ചേർന്ന് ഒരു ബുക്ക് ഇറക്കിയത്. വളരെ കുറവാണ്. ഇതിനകത്ത് ആരും ഗവേഷണം നടത്തുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ബുക്സ് ഇറക്കുന്നില്ല. ബുക്ക് ഇറക്കിയിട്ട് ബുക്സ് ഇറക്കിയിട്ട് എന്താ ഒരു ഗുണം എന്നുള്ളതാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. എന്താ നമുക്ക് ഗുണം? അപ്പോൾ ആര് ഈ ഗവേഷണം ചെയ്ത് ബുക്ക് ഇറക്കിയിട്ട് വെറുതെ കച്ചവടം ചെയ്ത് ആർക്കും വേണ്ടെന്താനും. ഇവിടെ ഒരു വേദിയുണ്ട് ആർട്ടിസ്റ്റുകൾക്ക്. ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ സീസണാണല്ലോ, ഉത്സവ സീസണാണ്. ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു എല്ലാ അപ്ലിക്കേഷനാണ്, അല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ കിട്ടുന്നുള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ സ്റ്റേജ് തരാൻ പറ്റില്ല. മെയിൻ സ്റ്റേജ് ഏറ്റവും പ്രഗത്ഭരായ, അതായത് സിനിമ സീരിയലിലൊക്കെ നിൽക്കുന്ന ചിലർ നൃത്തമൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ, RLV, തൃപ്പൂണിത്തറ RLV, നമ്മുടെ SST മ്യൂസിക് കോളേജ്, കാലടി ശങ്കര കോളേജ്, ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്നവരൊക്കെ പിന്നെ ഏറ്റവും താഴ്ന്നു കിടക്കണവരാണോ? അപ്പോൾ ഈ ബുക്ക് ഇറക്കുന്നു, അല്ലെങ്കിൽ കുറേ പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ട് എവിടെ വേദി? ആർക്ക് വേദിയുണ്ട് ഇവിടെ? ഇപ്പോൾ സിനിമാകാരുടെ പുറകിലല്ലേ എല്ലാവരും പോകുന്നേ. സിനിമാ നടികളിൽ പലരും നൃത്തം ചെയ്യുന്നവർ ആരുണ്ട്? ഡീപ്പായിട്ട് പഠിച്ചവരാരുണ്ട്? എല്ലാവരും ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ശിഷ്യപ്പെട്ടു, അല്ലെങ്കിൽ സ്വന്തം അമ്മേരുടെ അടുത്ത് ശിഷ്യപ്പെട്ടു, അത്രയേ ഉള്ളൂ.
എന്നിട്ട് ഇവർക്കാ വേദി. കല്യാണിക്കുട്ടിയമ്മ ടീച്ചർ ആദ്യം എഴുതിയൊരു ബുക്ക്, ആദ്യമേ ടീച്ചർ എഴുതിയ ബുക്ക് ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്. പിന്നീടാണ് സ്മിത രാജനെയൊക്കെ വെച്ചിട്ട് പടമൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ അതിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ബുക്സൊക്കെ കളക്ട് ചെയ്യും. അത് കുറച്ചും കൂടെ ഒരെണ്ണം കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ അറിവ് അത്രയേ ഉള്ളൂ. പിന്നെ സത്യഭാമ ടീച്ചർ വളരെ പ്രായമായതിന് ശേഷമാണ് ഒരു ബുക്ക് ഇറക്കിയത്. അപ്പോൾ ബുക്കുകൾ ഇറക്കുന്നത് വളരെ കുറവാണ്. ഇറക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഏകദേശം ഒരു ബുക്കൊക്കെ ഇറക്കാനായിട്ട് ഒരു പകുതി മുക്കാൽ ഭാഗം ആക്കി വെച്ചിരിക്കുക മോഹിനിയാട്ടത്തിനെ കുറിച്ച് തന്നെ. അതിന് തലയണച്ചോടെ വെച്ച് കിടക്കുക. ഇവിടെ ആർക്ക് വേണം ഇതൊക്കെ? പിന്നെ വലുത് ചെയ്താൽ തന്നെ പരിഹസിക്കുന്നവരേ ഉള്ളൂ. ഇത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് വല്ല പൈസ കിട്ടിയിട്ട് ജീവിക്കേണ്ടതിനേക്കാട്ടിലും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു 10 പിള്ളേരെ മത്സരങ്ങൾക്ക് പഠിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ഇൻകവും അതിൽ 10 പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് ക്ലാസ്സിൽ. എനിക്ക് എന്തെങ്കിലും അവാർഡുകളോ പാരിതോഷികങ്ങളോ കിട്ടാൻ വേണ്ടി ഞാനൊന്നും സംസാരിക്കില്ല, ആരെ പോയി കാണൂല. അത് ഈ ജന്മം ഉണ്ടാവില്ല. ഇതുവരെ ഇങ്ങനെ പോയില്ലേ? ഏകദേശം ഒരു മുക്കാൽ ഭാഗമായി. ദൈവം സഹായിച്ച് ഇനി മുക്കാൽ എന്നുള്ളത് മുഴുവൻ 100% ആകുന്നവരെ ദൈവം തരണമെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോഴും നല്ല അന്തസ്സായിട്ട് മരിച്ചു പോകാനായിട്ടുള്ള എല്ലാ ഇതും എനിക്ക് ഈ നിമിഷം വരെ ഉണ്ട്. അല്ലാതെ യാതൊരു വിധത്തിൽ ബുക്കുകൾ ഇവിടെ ആരും എഴുതുന്നുമില്ല. എഴുതാനുള്ള ഒരു വിധം ഈ കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. മേഡം, അത് സന്തോഷകരമായൊരു വാർത്തയാണ്. ഏതായാലും മേഡം ഒരു പുസ്തകം എഴുതാൻ പോകുന്നു എന്നറിഞ്ഞു, അത് സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ പിടിപാടും കാര്യങ്ങളും ഉള്ളവർ മോഹിനിയാട്ടത്തിലുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. വിരലിൽ എണ്ണാവുന്ന, ഞാൻ ഈ 10 പേരിൽ 10 പേര് പോലും ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. നല്ല രീതിയിൽ ആർട്ട് ഫോം, ഈ കഥകളി വലിയൊരു ആർട്ട് ഫോമെന്ന് ഞാൻ പറഞ്ഞത് പോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോമിൽ ഏറ്റവും ഡാൻസ് വിഭാഗത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം. ഭരതനാട്യം, കുച്ചിപ്പുടി അതിൻ്റെ താഴെ നിൽക്കുള്ളൂ. എൻ്റെ അഭിപ്രായമാണ്. ഇനി ഇത് കേൾക്കുന്നവർ ഇവരാണോ ഇത് തീരുമാനിക്കുന്നത്? എൻ്റെ തീരുമാനം അത്, എനിക്ക് എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അതിൻ്റെ നല്ല രീതിയിൽ ചെയ്യാൻ. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ ലൈവ് കണ്ടു. ഇവിടെ സ്റ്റേറ്റ് നടക്കണമല്ലോ, ഏറ്റവും വൾഗറായിട്ട് ചെയ്യുന്ന ഇതായിട്ട് എനിക്ക് തോന്നിയത് മോഹിനിയാട്ടം. അപ്പോൾ എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു കുട്ടിക്ക്, പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഥകളി മോഹിനിയാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ലാസ്യം, ലയം, വശ്യത, ഈ 3 സാധനം ഇല്ലാതെ മോഹിനിയാട്ടം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാപിട്ടി എന്നൊക്കെ ചെയ്യുന്നത് ഭരതനാട്യം, കുച്ചിപ്പുടിയില്ല. അതിനകത്ത് സ്ലോ ആയിട്ട് ചെയ്യുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അങ്ങനെയല്ല. എന്നാലും ഒരു മത്സരത്തിന് ചെയ്യുമ്പോൾ വെടിക്കെട്ടിന് തീ കൊടുത്ത പോലെ 10 മിനിറ്റ് 9:55 ആകുമ്പോൾ തീർത്തിരിക്കും ഞങ്ങൾ. അല്ലെങ്കിൽ 10 മിനിറ്റിന് കട്ടൻ ഇട്ടിരിക്കും. മനസ്സിലായ? അപ്പോൾ അത് ഒരു ഫുട് വർക്ക് കാലം ഓക്കെ ആയി കഴിഞ്ഞാൽ കുച്ചിപ്പുടി ഭരതനാട്യം ചെയ്യാൻ ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെയല്ല മോഹിനിയാട്ടം. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കുറച്ച് പുറകോട്ടുള്ള ടീച്ചേഴ്സാണെന്ന്. ഞാൻ കലാമണ്ഡലത്തിൽ 2 കൊല്ലം ബോർഡിലിരുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവിടുത്തെ പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ അവരുടെ മുകളിൽ നിൽക്കുന്ന ഒരു പോസ്റ്റിലിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കണം, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ടീച്ചറെ, എനിക്ക് പഠിപ്പിക്കാനൊന്നും അത്ര താല്പര്യമല്ല, അത് പ്രോഗ്രാം ചെയ്യാനാണ് താല്പര്യം. ഈ ഗുരു പറയാ, എന്നോട് പറഞ്ഞതാ. ഒരു കുട്ടി അവിടെ ടീച്ചർ ഡോക്ടറേറ്റ് കിട്ടി, അവിടെ ടീച്ചറായിട്ടിരിക്കുക കുട്ടി. അപ്പോൾ ഇതാണ് ഗുരുക്കന്മാർ. കുട്ടികൾക്ക് നല്ല രീതിയിൽ വല്ലതും കിട്ടും. പിന്നെ മനസ്സിലിതാണ്, പഠിപ്പിക്കാൻ താല്പര്യമില്ല. ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാനൊരു അക്കാഡമിയിലെ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചാണ്ടല്ല, ഞാൻ ആ അട്ടപടലം റെഡിയാക്കി വിടും. അല്ലെങ്കിൽ എല്ലാം ഒരു കുട്ടി അവിടെ നിന്ന് ഈ സ്ഥാപനങ്ങളിലെല്ലാം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒരു ക്ലാസ് ഇടാനും ഉപജീവനത്തിനും വേണ്ടിയിട്ടാണ്, വെറുതെ പഠിക്കണമല്ല. അങ്ങനെയല്ലേ കുട്ടികൾ സ്കൂളും കോളേജും ഒന്നും ഇല്ലാതെയൊക്കെ അങ്ങോട്ട്. ഇപ്പോൾ അവിടെ സ്കൂളും കോളേജൊക്കെ ഉണ്ട്. അതെന്നാലും നമ്മളിപ്പോൾ പുറത്ത് പഠിക്കുന്നത് പോലെയുള്ള ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴേ. അപ്പോൾ അങ്ങനത്തെ ടീച്ചേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഗുണമില്ല. ഇങ്ങനെയുള്ള പിന്നെ അവിടെ പഠിച്ചിറങ്ങുന്ന ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികൾ പുറത്ത് വന്നിട്ട് ഗുരുക്കന്മാരാവുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ കുട്ടികൾ കളിക്കുന്നത്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാണ്ട് സ്വാതിരുന്നാൾ കൃതികളിലൊക്കെ ശരിക്ക് സ്വാതിരുന്നാളിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഏറ്റവും അധികം. പുരുഷ കഥാപാത്രം വളരെ
ഇപ്പോൾ സ്ത്രീനെ ഇമ്പോർട്ടൻസ് മുഴുവൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരുവിധം ഒരു 99% സെക്സാണ് മീനിങ് മൊത്തം. വളരെ അപൂർവമേ ഉള്ളൂ ഭക്തിസാന്ദ്രമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, വികാരവും വിചാരവും തമ്മിലുള്ള ഒരു വ്യത്യാസം കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഈ കുഞ്ഞ് 8 പഠിക്കുന്ന കുട്ടിക്കും 9 പഠിക്കുന്ന കുട്ടിക്കും ഉണ്ടാവുമോ എന്നുള്ളത് അതൊരു അവസ്ഥ. രണ്ടാമത്തെ കാര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേണം മോഹിനിയാട്ടത്തിന്. എന്നുവെച്ചാൽ ഈ കെട്ട് വന്ന് സൈഡിലോട്ട് പോവാം. അപ്പോൾ ഒരു ഗോപിപ്പൊട്ടും വട്ടപ്പൊട്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് ഞാൻ പറയും. ഗോപിപ്പൊട്ട് എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ ശൈലിയായിട്ട് വരും, വട്ടപ്പൊട്ടാണെങ്കിൽ മോഹിനിയാട്ടത്തിന്. അപ്പോൾ ഈ കെട്ട് വരുമ്പോൾ സൗന്ദര്യത്തിന് കുറച്ച് ഒരു വിരിഞ്ഞ ഒരു മുഖമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ അത്യാവശ്യം സൗന്ദര്യം കൂടി ഉണ്ട്, അഭിനയിച്ചാൽ നല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോഹിനിയാട്ടത്തിൻ്റെ കാര്യങ്ങൾ ഈ മത്സരക്കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളേ ഉള്ളൂ. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യം ടീച്ചർമാർ, ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. കാര്യം എന്താ അറിയോ, ഇവിടെ വേദിയുണ്ട്. ഇപ്പോൾ ഈ മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഒരു ഉത്സവ വേദിയിൽ ഒരു 10 നോട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കലാരൂപങ്ങൾ, കഥകളി തന്നെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഒരു 5-ലധികം ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോലും മോഹിനിയാട്ടം പ്രൊഫഷണലായിട്ടൊരു പരിപാടിയായിട്ട് വയ്ക്കുന്നത് കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് വേണം? ക്ഷേത്രങ്ങളിൽ കളിക്കുക. അപ്പോൾ കഥകളി ഓരോ ക്ലബ്ബുകാർക്കുണ്ടെന്ന് പറഞ്ഞു, അവർ പോയി കളിക്കുന്നുണ്ട്. അവർ നേരം സന്ധ്യയ്ക്ക് ചുട്ടി കുത്തി കിടന്നവർ നേരം വെളുക്കണ വരെ നിൽക്കുക. അവർക്ക് അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടോ? കുറവാണ്. എനിക്കറിയാം, ചില ആശാന്മാരെ എന്നോട് പറഞ്ഞത്, എൻ്റെ കൂടെ പഠിച്ചവർ, കലാമണത്തിൽ പഠിച്ചവരൊക്കെ. അപ്പോൾ അത് എന്നാലും അവർ പോവും ചെയ്യും. പിന്നെ മോഹിനിയാട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വേദിയില്ല, ആർക്കുമില്ല വേദി എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ 40-44 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പറയുന്നത്. മേഡം, ഇപ്പോൾ നമ്മൾ ഈ നൃത്തരംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നൃത്തകലയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ഇന്ന് നമ്മൾ അതൊരു വിവാദത്തിലേക്ക് എത്തപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി നടത്തപ്പെട്ട നൃത്തം വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നർത്തകി എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? അതിൻ്റെ അഭിപ്രായം ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു ചാനൽ മീൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ കൊടുത്തതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണോ പലരും ഈ കിടന്ന് തുള്ളിയത്? അല്ല. സത്യാവസ്ഥ ആർക്കറിയാം? എന്നെ സമീപിച്ചാൽ ഞാൻ എൻ്റെ സത്യങ്ങൾ പറയാം. പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട്. പരസ്യമായിട്ട് പറഞ്ഞാൽ അത് പ്രശ്നമാവുമല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഈ സിനിമാ നടി ചെയ്തിട്ടുള്ള കാര്യത്തിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിയാതെ അത് പ്രതികരിച്ചാൽ ശരിയാവോ? പിന്നെ പറഞ്ഞു കേട്ടോടം കൊണ്ട് ചെയ്തത് തെറ്റ് ആ സിനിമാ നടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാ സിനിമാ നടികളെ പുറകെ നടക്കണം? എന്ത് കാര്യത്തിനും? അതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഒരു സിനിമാ നടി യുവജനോത്സവത്തിന് അവതരണഗാനം നൃത്തരൂപേണ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമാ നടിയെ വിളിച്ചു. ഇവർക്ക് എന്താ സിനിമാകാരെ കിട്ടുള്ളൂ? ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ അവതരണഗാനം അവതരിപ്പിക്കാൻ. ഞങ്ങളിവിടെ എത്രയോ പേരുണ്ട് കേരളത്തിൽ. എന്നേക്കാളും പ്രായമുള്ളവർ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് കുറേ പേരുണ്ട്. 100 കണക്കിന് പിള്ളേരായി കേരളത്തിൽ ഈ 4 സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 4 സ്ഥാപനം. അപ്പോൾ ആ സിനിമാ നടി ഇത്രയും പിള്ളേരെ വിളിച്ചിട്ട് പ്രോഗ്രാം, വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരീനെ വരെ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്തവരെ കൊണ്ടുവന്നിട്ട് ഒരേ കളറിൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഒരുപോലെ കളിപ്പിച്ച്, എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ ആ സിനിമാ നടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നല്ല ഡീപ്പായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ജനങ്ങളുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ ചാനലുകാരും പത്രപ്രവർത്തകരൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അല്ലല്ലോ. അപ്പോൾ ആ സിനിമാ നടി ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ള കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇത്രയും ആയിരക്കണക്കിന് കുട്ടികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കളിക്കാവുന്ന ഒരു 10 പിള്ളേരെ മുമ്പിൽ നിർത്തിയിട്ടുള്ളൂ. ശരിയല്ലേ? എല്ലാവരും ഒന്നും നേരാവണ്ണം കളിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രശസ്തിയിലെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ശരിക്കും വലിയ വലിപ്പത്തിലൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല.
മാഡം ഈ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെയ്തത് മറ്റൊന്നുമല്ല, ഒരു പാട്ട് സംഘടിപ്പിക്കുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഒരു പാട്ടെടുക്കുന്നു. അത് ഒരു നർത്തകിയെ കൊണ്ട് നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന ഒരു നർത്തകി അത് ചിട്ടപ്പെടുത്തുന്നു. അതിനുശേഷം അതിൻ്റെ CD കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നു. ഡാൻസ് സ്കൂളിലെ അധ്യാപകർ അത് പഠിപ്പിക്കുന്നു. അവരിൽ നിന്നും ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട്, ഒരു രജിസ്ട്രേഷൻ ഫീസും ബാക്കിയൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു സംഘടന ഇത് അവതരിപ്പിക്കുന്നു. അത് ഗിന്നസ് ബുക്കിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. ആണ് 100%. ഞാൻ നേരത്തെ ചോദിച്ചതിന് മറുപടി പറയൂ. അതായത് ഇത്രയും 2500 3000 എത്ര 1000 ആണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഒരു 10 പേരെ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് കളിപ്പിക്കാവോ? എന്നിട്ട് കൂട്ടത്തിൽ നിർത്തട്ടെ. എന്നിട്ട് വെറുതെ പുറകിൽ നിർത്തിയിട്ട് ഇപ്പോൾ താങ്കൾ തന്നെ മുമ്പിൽ നിൽക്കുന്നവർ പുറകെ നിൽക്കുന്ന ആ കുട്ടികളെ നമ്മൾ വല്ലവരും നോക്കുമോ? അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു 10 പേരെ വെച്ചൊന്ന് കളിപ്പിച്ചേ, എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കട്ടെ. പിന്നെ ഈ പരസ്യത്തിനൊന്നും പോകുന്നതോ അതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഓരോരുത്തർക്ക് പലർക്കും ഉണ്ടായിരിക്കാം. ഇതിനു മുമ്പ് ആരാണ്ടൊക്കെ ഗിന്നസിൽ കയറിയിട്ടുണ്ട്, വേറെ ഏതൊക്കെ പരിപാടികളൊക്കെ ചെയ്തിട്ട് നല്ല അധ്വാനിച്ച് കളിപ്പിച്ച് റെഡിയാക്കി 10 പിള്ളേർ. ഞാൻ എൻ്റെ അഭിപ്രായം അതാണ്. 10 25 കൂട്ടിക്കോ, 25 പേരെ നിർത്തിയിട്ട് നല്ല രസമായിട്ട് ഒരേപോലെ ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ കൈകളുടെയൊക്കെ ചലനങ്ങളൊക്കെ ഒരുപോലെ വരണമല്ലോ. പിന്നെ ഭയങ്കര ടഫായ ഒരു സാധനമാണ് അവർ ചെയ്തേ? ഒരിക്കലുമല്ല. അത് ചെയ്യട്ടെ. വെറുതെ കൊറോണത്തിന് വേഷം കെട്ടിക്കൊണ്ട് നിർത്താൻ അപ്പോൾ ആർക്കാ പറ്റാത്ത? എനിക്കും പറ്റും. പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണ്ടേ? ഞാൻ പറഞ്ഞില്ല, എല്ലാം അറിയാവുന്നവരൊക്കെ വിളിച്ചുകൊണ്ട് വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥ കലാകാരന്മാരെ അംഗീകരിക്കില്ല. എൻ്റെ അഭിപ്രായം അത്. യഥാർത്ഥ കല കൈകാര്യം ചെയ്യുന്നവർ ഇത് അംഗീകരിക്കില്ല. ഞാൻ അംഗീകരിക്കില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നടന്ന കുറേ സംഭവങ്ങൾ പലരും പറഞ്ഞല്ലോ, അത് ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയൂല. നമ്മളറിയാത്ത കാര്യം പറയരുതല്ലോ. പിന്നെ ഇപ്പം എന്നെ ഒരു ചാനലിൽ വിളിച്ചിട്ട്, ഇതിനു മുമ്പ് ഒരു സിനിമാ നടി, ഞാൻ പറഞ്ഞില്ലേ അവതരണ ഗാനത്തിൻ്റെ, അതിന് ഏതോ ഒരു മിനിസ്റ്റർ പൈസ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് ഞാൻ 100% ആ സിനിമാ നടിയുടെ കൂടെയാണ്. കാര്യം എന്താ അറിയോ, ഞാനൊരു സ്ഥലത്തൊരു എമൗണ്ട് പറഞ്ഞാൽ അത് എൻ്റെ എമൗണ്ട് ചാർജാണോ? ശരിയല്ലേ? അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മറ്റുള്ളവർ തീരുമാനിക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളയാം, അതല്ലേ ശരി? അത് പരസ്യമായിട്ട് ആ കുട്ടി അങ്ങനെയാണ്, അഹങ്കാരിയാണ്, മറ്റതാ മറിച്ചതെന്ന് പറയണത് ശരിയല്ല. അത് ശരിയല്ല. പിന്നെ നമ്മൾ തമ്മിൽ ഇത്ര പറഞ്ഞു, ലക്ഷങ്ങൾ, ഇത്ര ലക്ഷം, 10 ലക്ഷം പറഞ്ഞു എന്ന് വിചാരിക്കും. പിന്നെ അത് കൂടുതലാണെന്ന് തോന്നണേ ഒന്ന് സംസാരിച്ചാൽ അത് കുറയും. കുറയൂലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വലിയ ആർക്കാ കാശ് കൊടുത്താൽ മതിയാക്കാൻ പറ്റുക? വയറ് നിറച്ച് ഭക്ഷണം തരുമ്പോൾ വയറ് നിറഞ്ഞു, ഇനി ഒരു ശകരം പോലെ ഇടവില്ലേ വയറ്റിൽ, ഇനി മതി, പൈസ കൊടുത്ത് മതിയാക്കാൻ പറ്റുമോ എല്ലാവരും? ഈ ജന്മം എല്ലാവരും പറ്റുമോ? അപ്പോൾ അതേപോലെ പൈസ ഓരോരുത്തരുടെ ചാർജ് അവരവർ പറയും. അത് എനിക്ക് അറിഞ്ഞ് ആ ഒരു ലെവലിൽ ഞാൻ, അവിടെ സിനിമാ നടിയാണോ വേറൊരു കുട്ടിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ആ നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചാർജ് അത് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ച്. അപ്പോഴും ആ ചാനലിൽ ഞാൻ ഇരുന്ന് പറഞ്ഞത്, ഇവരെന്തിന് സിനിമാകാരെ പുറകെ പോണ്? അപ്പം എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന വേറൊരാൾ പറയണേ, അവർ ഭയങ്കരമായി കഷ്ടപ്പെട്ട് ഡാൻസൊക്കെ പഠിച്ചു വന്നത്. ഞാൻ പറഞ്ഞു നിർത്ത്, എവിടെയാണ് കഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു ഞാൻ. ഇതാണ് കഷ്ടപ്പാട്. ഇവിടെ വരുന്ന കുട്ടികളൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. 3-4 കൊല്ലം പഠിക്കും, 1.5 കൊല്ലം പഠിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് ആയാൽ നിർത്തും, ഹൈസ്കൂളായാൽ നിർത്തും, പിന്നെ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ആയിട്ട് പിന്നെ വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഇതാണ് കഷ്ടപ്പാട്. ഒരു സ്ഥാപനത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞല്ലേ കഷ്ടപ്പാട്. മുലപ്പാൽ തുപ്പും. അവിടെയൊക്കെ അത്ര ഉപദ്രവിക്കില്ലായിരുന്നു അന്ന്. ഇപ്പം ഉപദ്രവിക്കലൊന്നുമില്ല കേട്ടോ. ഇപ്പം ആകപ്പാടെ പ്രശ്നമല്ലേ. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന്. അപ്പോൾ മാഡം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ചും മാഡത്തിന്റെ ഈ തലമുടി ഏറെ സംരക്ഷിക്കുന്നു. അല്ല, അത് പിന്നെ അത് ഭരതനാട്യത്തിനും കുച്ചിപ്പിടിക്കുകയാണ് നമ്മൾ പിന്നിയൊക്കെ ഇടുക എന്ന് പറയും. മുടിയെ കെട്ടണത് മോഹിനിയാട്ടത്തിനാണ് കെട്ടുന്നത്. സൈഡിൽ കെട്ടുമ്പോൾ ഒരുവിധം ആർക്കും അഡീഷണൽ മുടിയുടെ ആവശ്യം വരുന്നില്ല. അത് മതി. അവരുടെ തീരെ കുറവുള്ള കുട്ടികളല്ല, ഇത്തിരി കാണും. കുറച്ചൊക്കെ ഈ വട കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിത്തിരി വെച്ചാൽ പിന്നെ പൂ വരുമല്ലോ, അത് വേണ്ട. ഈ മറ്റ് 2 ആർട്ട് ഫോമിനാണ് ആർട്ടിഫിഷ്യൽ ഒരു മുടിയുടെ ആവശ്യം വരുന്നത്.
അത് എനിക്ക് വേണ്ട, എന്നാലും ചിലപ്പോൾ നമ്മൾ വെക്കും. പിന്നെ വരുമ്പോൾ എന്നാലും ഇറുക്കി പിന്നണം, ടൈറ്റ് ചെയ്ത്. അപ്പോൾ മെലിഞ്ഞിരിക്കാതിരിക്കാൻ ഇത്തിരി കനത്തിൽ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിലും ഓക്കെ. നമ്മുടെ മുടി മാത്രമാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയും. അഡീഷണൽ ഒരു മുടി വെച്ചാൽ വെയിറ്റാണ്. വേറെ ആർട്ടിസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ എത്ര കണ്ട് വെയിറ്റ് കുറയ്ക്കാവോ അതേ സ്റ്റേജിൽ കയറാവും. നമ്മൾ കളിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്, മത്സരവേദിയിലൊക്കെ ചെന്നാൽ കാണാം, കുച്ചിപ്പിടിക്കൊക്കെ കുട്ടികൾ കളിക്കുമ്പോഴേ 3-4 വടയൊക്കെ വെച്ച് കെട്ടും. അതിൻ്റെ പോവുകയാണെങ്കിൽ ഒരു വണ്ടിക്ക് എടുക്കുക പറയാം, ഒരു 5-6 കിലോ ഒരു കൊച്ചിൻ്റെ ദേഹത്ത് കാണും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കളിക്കണ്ടേ, കുട്ടി ടയേർഡാവും. എത്ര കണ്ട് സിമ്പിളാക്കാവോ. ഡ്രസ്സാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഞാൻ അതും ജഡ്ജസിനെ പറയുള്ളൂ. അതെങ്ങനെയാ അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർണ്ണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐറ്റം വർണ്ണം. ഈ വർണ്ണം കളിച്ചാലേ ഫസ്റ്റ് കൊടുക്കുള്ളൂ ഇവർ, ഈ വന്നിരിക്കുന്നവർ. ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ട് ഇവരെന്നെ വിളിക്കാത്താരും. ഒരു ഗണപതി സ്തുതി അസാധ്യമായിട്ട് കളിച്ചാൽ കൊടുത്തൂടെ. ഒരു പദം, ഒരു ജതിയും സ്വരങ്ങളോ, ജതി എന്ന് പറഞ്ഞ മണികണ്ഠനെ അറിയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാവോ? ഇല്ല. ജതി എന്ന് പറഞ്ഞപ്പോൾ സിനിമ, നമ്മുടെ പണ്ടത്തെ സിനിമ പാട്ടുകളിലൊക്കെ ഉണ്ട്, ലളിത പത്മിനി രാഗിണി കളിക്കുന്ന ചില നൃത്തങ്ങൾ, പഴയ സിനിമകൾ, ഇപ്പോഴത്തെ പുതിയതല്ല. അതിനകത്തൊക്കെ കളിക്കുന്ന കുറേ ജതികളുണ്ട്. സാരി അല്ല, അതിനകത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കേ അത് പറയാൻ പറ്റുള്ളൂ, പാട്ടുകാരൻ പറയില്ല. അതായത് പിന്നെ ഥോം തഥോം തഥോം കിടത്തക്ക ഥോം തഥോം അങ്ങനെ വരുന്ന ചില വാക്കുകൾ അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതാണ് ജതി. പിന്നെ സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമാ പാട്ടിൻ്റെ സാഹിത്യമല്ലേ, അതുപോലെ ഭരതനാട്യത്തിൻ്റെ സാഹിത്യം വരുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ വർണ്ണം കളിക്കുന്നവർക്ക് ഈ ജതിയും സാഹിത്യം വരുന്നുണ്ട്. എന്നാൽ ഗണപതി സ്തുതിയിൽ ചിലപ്പോൾ ജതി കാണൂല, സാഹിത്യം മാത്രമേ കാണുള്ളൂ. പക്ഷെ അതിനകത്ത് കുറച്ച് സ്റ്റെപ്സുകൾ കാണും. ഒരു സ്റ്റെപ്സ് കണ്ടാൽ 2-3 സ്റ്റെപ്പ് കണ്ടാൽ ഒരു കുട്ടിയുടെ ക്വാളിറ്റി മനസ്സിലാവും, നമുക്ക് ധാരാളം മനസ്സിലാവും. അല്ലെങ്കിൽ നല്ല നല്ല പദങ്ങളുണ്ട്. സ്വാതിരുന്നാൾ എഴുതിയത്, ഇരിയമ്മൻ തമ്പി എഴുതിയത്, അല്ല ഇരിയമ്മൻ തമ്പിയൊക്കെ മോഹിനിയാട്ടമാണ് എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളൊക്കെ ഭരതനാട്യത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, സ്വാതിരുന്നാൾ കൃതികളൊക്കെ ഇപ്പം സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. പിന്നെ മധുരൈ കൃഷ്ണൻ, അങ്ങനെ കുറേ എഴുത്തുകാരുണ്ട്. അവരുടെയൊക്കെ നല്ല നല്ല പദങ്ങളുണ്ട്, ശിവനെക്കുറിച്ച്, ദേവിയെക്കുറിച്ച്, ഗണപതിയെക്കുറിച്ച്, എല്ലാവരും. അതിനകത്ത് സ്റ്റെപ്സുകളും സാഹിത്യം അഭിനയമൊക്കെ ഉണ്ട്. അത് കളിച്ച കൊടുത്ത് എന്ത് കുഴപ്പം, കൊടുക്കൂല. അതേപോലെ ഡ്രസ്സ്, പട്ടുസാരിയെ കൊടുത്ത് നല്ല വീതിക്ക് കസവെള്ളമൊക്കെ കൊടുത്ത് ജഡ്ജസിന് ഇഷ്ടപ്പെടണം ഡ്രസ്സ്, എന്നാലേ അവർ കൊടുക്കൂ. അപ്പം മദ്രാസിലെ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ രമാ വൈദ്യനാഥനോ നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെന്നൈയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെയൊക്കെ ഡ്രസ്സൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, വളരെ സിമ്പിളാണ്. ഓർണമെൻറ്റ്സ് ഒക്കെ സിമ്പിളാണ്. കളിക്കാൻ അങ്ങോട്ട് തുടങ്ങിയാണ്ടല്ലേ, വെട്ടിക്കെട്ടാണ്. അത് കണ്ടുപഠിക്കണം ഇവിടെയുള്ളവരെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മൾ ഈ ജഡ്ജസിന് വേണ്ടിയിട്ട് ഈ കാശും മുടക്കി ലക്ഷങ്ങൾ തന്നെയാണ്. ഒരു കുട്ടിക്ക് ഒരു സ്റ്റേജിൽ വരണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെയാണ്. അതൊക്കെ കേട്ട് കാണുമല്ലോ. ഒരു കുട്ടി മത്സരത്തിന് വരണമെങ്കിൽ അധ്യാപകർ അങ്ങനെ തന്നെയാണ് പൈസ മേടിക്കുന്നത്. അധ്യാപകരെയും പറയാൻ പറ്റില്ല. ഇവിടെ പഠിപ്പിച്ച് 10 കൊല്ലം പഠിപ്പിച്ചിട്ട് നിസാര ഒരു കാര്യം മതി, ഇവിടുന്ന് വേറെ പോയി ഇവിടുന്ന് പിണങ്ങി പോണതിന് മുമ്പ് അപ്പുറത്തെ കടയിൽ നിന്ന് വീട്ടിലെയും പാക്കും മേടിക്കുകയാണ്, വേറെ ടീച്ചറിൻ്റെ അടുത്ത് പോവുക ദക്ഷിണയൊക്കെ. അപ്പോൾ കിട്ടണ കാശ് മിച്ചുള്ളൂ. അങ്ങനെ ഗുരുക്കന്മാരെയും പറയാൻ പറ്റില്ല, ഒന്നും ശാശ്വതമല്ല. അങ്ങനത്തെ ഒരു വലിയ അവസ്ഥ ഇവിടെ കേരളത്തിലുണ്ട്. മാഡം ഇങ്ങനെ ഈ മുടിയും അതുപോലെ സൗന്ദര്യമൊക്കെ സംരക്ഷിക്കുന്നത് ഒരു നർത്തകി എന്നുള്ള നിലയിൽ ആണോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ശ്രദ്ധ പതിപ്പിക്കുന്നത്? അതൊന്ന് പറയാമോ? എനിക്ക് വേണ്ടി കുറേ സമയം കളയുന്ന ഒരാളാണ് ഞാൻ. അത് വേണ്ടേ? ആരാ ഇവിടെ ശാശ്വതമുള്ളത്? ആരുമില്ല. എനിക്ക് ഞാൻ പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകും. ശരിയല്ലേ? വന്നപ്പോൾ നമ്മുടെ അമ്മ നമ്മളെ നോക്കിണ്ടാക്കി, അമ്മ പോയി. ഇനി ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നേ. അപ്പോൾ അതുവരെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, ഭക്ഷണം കഴിക്കുന്നതും എല്ലാത്തിനും എനിക്ക് സമയം കണ്ടെത്തും. അല്ലെങ്കിൽ ആരും ഞാൻ ശ്രദ്ധിക്കാത്ത കൂട്ടത്തിലാണ്. അതൊന്നും അവരോടൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് നമ്മുടേതായ ഒരു സമയം വേണം എല്ലാത്തിനും. അങ്ങനെ ആ സമയമെടുത്ത് വളരെ നല്ല രീതിയിൽ മുടീനെ സംരക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുടുംബ പാരമ്പര്യ മുടിയുണ്ട്, അതുകൊണ്ട് ചേച്ചിമാർക്കൊക്കെ നല്ല മുടിയൊക്കെയാണ്. പിന്നെ നമ്മൾ പഴയ ആളായതുകൊണ്ട് ഈ വെട്ടി ശീലിച്ചിട്ടില്ല. വെട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ അങ്ങനെ എപ്പോഴും മുടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് സമയം കളയാം അങ്ങനെയൊന്നുമില്ല. അത് ചെയ്യാത്തതുകൊണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, സൂക്ഷിക്കുന്നതുകൊണ്ടായിരിക്കും. കുട്ടികൾ
ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഭയങ്കര ചിട്ടവട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ അറിയോ? പിന്നിട്ട് കെട്ടി വന്നോണം. അപ്പോൾ ചില കുട്ടികൾ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടി പോകുമ്പോണ്ടല്ലോ വൈകുന്നേരം വരെ അതിരുന്ന് ഇങ്ങോട്ട് അവിയണം. അപ്പം എന്താവും? മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനത്തെ കുറേ അവസ്ഥകളുണ്ട്. പിന്നെ ബ്യൂട്ടി പാർലറും ഡാൻസ് അക്കാഡമിയും തട്ടിയിട്ട് നടക്കാൻ വയ്യ. ആ ഒരു അവസ്ഥയിട്ട് മൂലയിൽ ബ്യൂട്ടി പാർലറാണ്. അതേപോലെ ഡാൻസ് ക്ലാസ്സും അതുപോലെയായി. അതുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ യുവജനോത്സവത്തിന് ഇപ്പോൾ മണികണ്ഠനെ പോലുള്ള നിങ്ങളെ പോലുള്ളവർ അവിടെ ചാനലുകാരും ഇതേപോലെയുള്ള ആൾക്കാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം, മെയിനായിട്ടുള്ള ഒരൊറ്റ ടീച്ചേഴ്സ് അവിടെ കാണില്ല. ഇപ്പം അവിടെ ശരിക്ക് കളിക്കുന്നത് കുറേ ഇതേപോലെ കുറേ 3-4 പേര് കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് ജയിലിൽ കിടന്നല്ലേ, ഒരു 3-4 പേര്. അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കോഴക്കേസിൽ. അതേപോലെ അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോഴും ഇല്ല. അത് അതുപോലെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കുട്ടികളും ഒക്കെയാണ് ഇപ്പോൾ അവിടെ കളിക്കുന്നത്. മെയിനായിട്ടുള്ള ഒരൊറ്റ ടീച്ചേഴ്സുണ്ട്. ഞങ്ങളുടെയൊക്കെ സമയത്തുള്ള കുറേ ടീച്ചേഴ്സ് ട്രിവാൻഡ്രത്ത്, ഞാൻ ട്രിവാൻഡ്രത്തെ കാര്യം മാത്രം പറയുന്നത്, ആരുമില്ല, ആർക്കും കുട്ടികളൊന്നുമില്ല. പിന്നെ അതിപ്പോൾ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല കേട്ടോ ആരും. മത്സരത്തിന് പോയാലേ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. മാഡം തുടക്കത്തിൽ മാഡം പറഞ്ഞു ഒരു പുസ്തകത്തിന്റെ രചനയിലാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ മാഡത്തിന് ഓരോന്നിനെക്കുറിച്ചും മാഡത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ശക്തമായിട്ട് മാഡം വാദിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ തന്നെ ഇന്ന് മോഹിനിയാട്ട കലാരംഗം നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചും മാഡത്തിന് അഭിപ്രായമുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മോഹിനിയാട്ടത്തിന്റെ ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിൽ ഈ പുസ്തകം മലയാളികൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫീൽഡിൽ വന്നതും പോയതും അല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അല്ല അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അത് ഫീൽഡിൽ വരുന്നതും പോകുന്നതൊക്കെ നമ്മളൊരു 100,000 വട്ടം എല്ലാവരോടും പറഞ്ഞു തീർന്ന് അതിൽ കാര്യമില്ല. ഞാൻ പറയണത് ഇതിനകത്ത് കുറേ തിയറിപരമായിട്ടും താളങ്ങളെ കുറിച്ചൊക്കെ തന്നെ കുറേ പേജ് വരണം. ഇപ്പം ആർക്കും ഒന്നും അറിഞ്ഞൂടാ, തിയറി ഒന്നും ഒറ്റ ആൾക്ക് അറിഞ്ഞൂടാ. അതുപോലെ താളങ്ങളെ കുറിച്ച് ഇപ്പം 5 താളമുണ്ട്: തിസ്രം, ചതുരസ്രം, മിശ്രം, ഖണ്ഡം, സങ്കീർണം. ഈ 5 സാധനം വെച്ചാണ് നമ്മൾ ഈ ഇന്ത്യയിൽ എല്ലാ ആട്ടുബൊമ്മ കിടന്ന് കളിക്കുന്നത്. ഈ 5 ജാതിയാണ്. ഈ 5 ജാതിയിൽ എന്തൊക്കെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണിക്കാറുണ്ട്. അപ്പോൾ തിസ്രം എന്ന് പറയുമ്പോൾ തന്നെ ത കി ട 3 അക്ഷരം വരുന്നു. തതിക്കിട്ടതോ 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 തഥീങ്കിട്ടതോ 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 ഇതാണ് തിസ്രം. അപ്പോൾ ത ധീ കി ട തോ 6 അക്ഷരം വന്നില്ലേ. തിസ്രം 3 അക്ഷരമാണെങ്കിലും ജതിയിൽ അത് പറയുമ്പോൾ തഥീങ്കിട്ടതോ 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 എന്നേ പറയാൻ പറ്റുള്ളൂ. 3 അക്ഷരത്തിന് കാര്യമില്ല. തക്കിട്ടാന്ന് പറയുമ്പോൾ ജതിയിൽ അത് വരുന്നില്ല. അപ്പോൾ ഇത് എത്ര പേർക്കറിയാം? ചതുരശ്രം, അതുപോലെ തകതിമി. ഖണ്ഡം വന്ന 5 അക്ഷരം. തക്ക തക്കിട്ട തത്തിക്കിട്ടത്തോ 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 തത്തിക്കിട്ടത്തോ. അവിടെ കാറു വരുന്നില്ല. അപ്പൊ ഈ കാറു എന്താണ്, ജാതികൾ എന്താണ്, താളങ്ങൾ എന്താണെന്ന് മിക്കവർക്കും അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ഇതിനെക്കുറിച്ച് അല്ലാതെ കുറെ സാഹിത്യം എഴുതി വെക്കുന്നത് കുറെ ഭാഗങ്ങൾ വരാം. നമ്മൾ മോഹിനിയാട്ടത്തിനെ കുറിച്ച് പറയാം. അല്ലാതെ കുറെ തിയറിയും താളങ്ങളെ കുറിച്ച് കുറെ വരണം. അപ്പൊ ആ ബുക്ക് വായിക്കുമ്പോൾ അറിയാൻ പാടില്ലാത്തൊരു നൃത്ത അധ്യാപികയ്ക്ക് ആ ബുക്ക് കിട്ടുമ്പോൾ ഒരു ഉപകാരം ഉണ്ടാവണം. ഇന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം. നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കാം, ടീച്ചറെ ഇതെന്താ ഇന്നതുപോലെ, അതിന് കുട്ടിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരെ വാ. അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ചെയ്തത് ശരിയാവുന്ന കാര്യമല്ല. നീ നേരെ വാ, പറഞ്ഞുതരാം. അപ്പോൾ ഈ 5 ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാത്തവരുണ്ട്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. 5 ജാതി വളരെ ചെറിയൊരു കാര്യമാണ്. അതേപോലെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അതിനകത്ത് കാര്യങ്ങൾ. എല്ലാ ജാതികളും അതുപോലെ രാഗങ്ങൾ 72 മേളകർത്ത രാഗങ്ങൾ നമുക്ക് ടോട്ടലുള്ളൂ. ഇപ്പോൾ 72 പറയാൻ പറ്റുമോ? ഇപ്പൊ ബാലമുരളീകൃഷ്ണ സാർ എത്ര രാഗങ്ങൾ ഉണ്ടാക്കി? ഇഷ്ടംപോലെ രാഗം അദ്ദേഹം ഉണ്ടാക്കി. അപ്പൊ ഇപ്പൊ 72 അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പൊ രാഗങ്ങളെ കുറിച്ച് പാട്ടിന്റെ ഒരു ഭാഗം വരുമ്പോൾ അത് അങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് ബുക്കിൽ ഇറക്കി കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഗൈഡ് നമുക്ക് വേണം. ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എഴുതി വരുന്നത് നല്ലൊരു മലയാളം പ്രൊഫസറോ വല്ലവരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച്
റെഡിയാക്കി. അതിന് നമുക്കൊരാളുടെ സഹായം വേണം. സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് എഴുതുമ്പോൾ ആ മലയാളത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതും ഇല്ലാത്ത വാക്കുകൾ വരുമല്ലോ. അതിനെ നമ്മൾ തിരുത്താൻ ഒരു ഗൈഡ് വേണം നമുക്ക്. ബാക്കി നൃത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. താല്പര്യം കുറേ പകുതി മുക്കാലായിട്ട് ഇരിക്കുകയാണ് അത്. മാഡത്തിന് ഓരോന്നിനെക്കുറിച്ചും മാഡത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ശക്തമായിട്ട് മാഡം വാദിക്കുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അല്ല, എന്നോട് പലരും ചോദിക്കണം, ടീച്ചർ ഒരു ക്രിമിനലാണോ എന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു അതാ എന്നെ അറിയാവുന്നവരാരും പറയില്ല എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഒരു ഹിന്ദു ആയ ഞാൻ നമ്മുടെ നാള്, ജനന സമയം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ. മറ്റുള്ള മതങ്ങൾ അത് അത്ര നോക്കില്ല ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ഓരോ നാളുകാരുടെയും ആജീവനാന്തം വരുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതൊരിക്കലും മാറൂല. പിന്നെ ഓരോ സമയത്തുള്ളത് മാറുന്നതാണ്. എപ്പോഴും ഒരു രേവതി നാളിന് ഒരു സാധനം ഉണ്ട്, ഇത് തന്നെയാണ് ആജീവനാന്തം, അത് മാറൂല. അതിൻ്റെ കുറേ സ്വഭാവ ഗുണങ്ങൾ അത് വളരെ സത്യമാണ്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ വളരെ സത്യമാണ്. പിന്നെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് നടന്നു. അത് ജാതകദോഷ ചീത്ത സമയമുണ്ടല്ലോ, അതിലേക്ക് ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സമയം വരും ഇല്ലേ? അത് വരും. മാഡം ഈ നൃത്തകലയ്ക്ക് പുറമെ മനോഹരമായിട്ട് പാടും എന്നും കേട്ടിട്ടുണ്ട്. മാഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. അതുപോലെ നമ്മുടെ ഒരു പാട്ടുണ്ട്, അത് സ്വയംനാൾ കൃതിയാണ്. ഭാവയാമി ഗോപാല മനസേവിതം തുൽപദം ചിന്തയേഹം സദാ ഭാവയാമി ഗോപാല ഭാനം മനസേവിതം തുൽപദം ചിന്തയേഹം സദാ ഭാവയാമി ഭാവയാമി ഭാവയാമി. ഏതായാലും ഇത്രയും സമയം സക്സസ് കേരളയ്ക്ക് വേണ്ടി മാഡത്തിൻ്റെ നൃത്തത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളും പിന്നെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. നന്ദി. എനിക്ക് വലിയ സന്തോഷം നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൻ്റെ എല്ലാ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി. ഇനിയും ഈ മേഖലയിൽ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാഡത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.